പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഫിലിപ്പി 2:5 തിരുവചനം പറയുന്നു, യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. ഇപ്പോൾ വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ യേശുവിനുണ്ടായിരുന്ന മനോഭാവത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. യേശു ദൈവപുത്രനായിരുന്നിട്ട് പോലും തന്നെ താഴ്ത്തി മനുഷ്യൻ്റെ രൂപം സ്വീകരിച്ച് ആകൃതിയിൽ മനുഷ്യനായി കാണപ്പെട്ടു. കുരിശുമരണം വരെ അനുസരണ ഉള്ളവനായി മാറി എന്ന്. പിതാവിൻ്റെ ഹിതം നിറവേറ്റിയ യേശുവിനെ ദൈവം അത്യധികമായി ഉയർത്തുകയും ചെയ്തു. ദൈവപുത്രനായ യേശു മനുഷ്യരായ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി വിനയത്തിൻ്റെയും എളിമയുടെയും മാതൃക നൽകി. ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം. യേശുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നമ്മളിലും ഉണ്ടായിരിക്കണം എന്നാണ് വിശുദ്ധ പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലേക്ക് നാം ഒന്ന് കണ്ണോടിച്ചാൽ നാം നമ്മുടെ താല്പര്യം മാത്രം നോക്കുന്നവരാണ്. അയൽക്കാരൻ്റെ ഉയർച്ചയോ അവരുടെ താല്പര്യങ്ങളോ നാം പരിഗണിക്കാറില്ല. മാത്രമല്ല, മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന ഉയർച്ചയിൽ നാം സന്തോഷിക്കാതെ അസൂയപ്പെടുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. നമ്മുടെ ഈ ദുഷ്ട മനോഭാവത്തെ നാം മാറ്റിയെടുക്കണം. മറ്റുള്ളവരുടെ താല്പര്യവും സന്തോഷവും നാം പരിഗണിക്കണം. നമ്മുടെ മനസ്സിലെ വാശിയും വൈരാഗ്യവും വിദ്വേഷവും പ്രതികാര ചിന്തകളും അതുപോലെ അഹങ്കാരവും എളിമപ്പെടാത്ത അവസ്ഥയുമെല്ലാം നാം മാറ്റിവെച്ചിട്ട് നാം ഉയരണമെന്ന് ആഗ്രഹിക്കുന്ന പോലെ മറ്റുള്ളവരും ഉയരണമെന്നും ഐശ്വര്യം പ്രാപിക്കണമെന്നും നാം ചിന്തിക്കണം. അങ്ങനെയാവുമ്പോഴാണ് യേശുവിനുണ്ടായിരുന്ന മനോഭാവം നമ്മളിലും വരുന്നത്. മറ്റുള്ളവരെ വളർത്തുവാനും അവരെ പ്രോത്സാഹിപ്പിക്കുവാനും അവർക്ക് വേണ്ടി നന്മകൾ ചെയ്യുവാനും സ്നേഹിക്കുവാനും ക്ഷമിക്കേണ്ടവരോട് ക്ഷമിക്കുവാനും നല്ല മാതൃക യേശു നമുക്ക് നൽകിയിട്ടുണ്ട്. യേശു പഠിപ്പിച്ച ഈ മാതൃക നാം സ്വീകരിച്ചുകൊണ്ട് യേശുവിൻ്റെ മനോഭാവത്തിൽ വളരുമ്പോഴാണ് നാം അനുഗ്രഹിക്കപ്പെടുന്നതും നാം മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി മാറുന്നതും. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.